ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് എഗ്ഗും സോസേജും കൊണ്ടൊരു ക്യുക്കായിട്ട് എങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് കാണിച്ചിരുന്നത്. ഇത് ഒരു 2 days മുമ്പ് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ്. സക്സസ് ആയി, നല്ല ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഉണ്ടാക്കുന്നത്. ഒരു 3 മുട്ടയായിരുന്നു എടുത്തത്. അതിൽ കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തു. ദെൻ കുറച്ച് സോസേജ് എടുത്തൊരു 4 പീസായിരുന്നു എടുത്തത്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു. ഞാൻ ബട്ടറിലായിരുന്നു അത് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ എടുത്തു, ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. ദെൻ ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ സോസേജ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ദെൻ സോസേജ് ഒരു അത്യാവശ്യം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് എഗ്ഗ് ഇടാം. എഗ്ഗ് ഇട്ടിട്ട് എഗ്ഗും നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം. എഗ്ഗ് അത്യാവശ്യം കുക്കായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സെലറി ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യണം എന്നൊന്നുമില്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യത്തെ തവണ ഞാൻ ചെയ്തപ്പോൾ അതൊന്നും ഇട്ടില്ലായിരുന്നു. ഇതിട്ടാലും ഇല്ലെങ്കിൽ ഈ റൈസ് അടിപൊളിയാണ്. പിന്നെ നമ്മൾ റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചതുണ്ടായിരുന്നു. ഇത് ബസ്മതി റൈസ് എടുത്തേക്കുന്നത്. ഏത് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും ആദ്യം ഞാൻ എടുത്തപ്പോൾ സാധാ റൈസ് ആയിരുന്നു എടുത്തത്. ഏത് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. ദെൻ നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. നമ്മളുടെ അടിപൊളി സോസേജ് റൈസ് റെഡിയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, സോസേജിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട. റൈസിന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്തോളൂ.